നിങ്ങളിങ്ങനെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഫേസ് പാക്കുകൾ എന്തൊക്കെ ഉപയോഗിക്കാന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഫേസ് പാക്കുകളൊക്കെ തയ്യാറാക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള ഔഷധ ദ്രവ്യങ്ങൾ പറയാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതില് ആയുർവേദ ഗ്രന്ഥങ്ങളില് എല്ലാ ഔഷധങ്ങളും എല്ലാ ജീവിതചര്യകളും ചിട്ടകളും ഔഷധങ്ങളും ഭക്ഷണ രീതികളും എല്ലാം തന്നെ ഋതുക്കൾക്ക് അനുസരിച്ചാണ്. ഒരു ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസമാണ്. അപ്പൊ ഈ മാർച്ച് 15 മുതൽ മെയ് 15 വരെ ഏകദേശം ഈ 2 മാസക്കാലം വസന്ത ഋതുവാണെന്ന് പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ കാലവ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാകാറുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഈ വസന്ത ഋതുകാലത്ത് മുഖലേപം ഇടാനായിട്ട് ചില ഔഷധ ദ്രവ്യങ്ങൾ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ വസന്ത ഋതുവിൽ ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ ഇനി പറയുന്ന ഔഷധ ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായത് അതിൽ ചേർത്ത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഈ ഔഷധ ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. പണ്ട് കാലങ്ങളിലൊക്കെ പരിസരങ്ങളിൽ നിന്ന് തന്നെ പറിച്ച് സ്വയമേവ തയ്യാറാക്കിയിരുന്ന സംഗതികളാണ്. ഇന്ന് അത്ര സുലഭമായിട്ട് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഈ ശ്രമം ഉപേക്ഷിക്കേണ്ട. അങ്ങാടി മരുന്ന് കടകളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് ചേർക്കാവുന്ന 6 ദ്രവ്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം സുലഭമായിട്ട് ലഭിക്കുന്ന സംഗതി പറഞ്ഞുതരാം. പച്ചരിക്ക് ഈ മുഖത്തിന്റെ തിളക്കം, അതുപോലെ ആ സോഫ്റ്റ്നെസ്, മൃദുത്വം, വൈറ്റ്നെസ് ഒക്കെ കിട്ടുന്നതിന് സഹായകരമാവും എന്ന് പറയപ്പെടുന്നു. അപ്പൊ പച്ചരിയൊക്കെ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേന്നത് അരച്ചിട്ട് അത് മറ്റ് ഔഷധ ദ്രവ്യങ്ങളുടെ കൂടെ ചേർത്ത് ഫേസ് പാക്ക് ആക്കിയിട്ട് ഇടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ 5 ഔഷധ ദ്രവ്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഈ ഔഷധ ദ്രവ്യങ്ങളെല്ലാം തന്നെ നമുക്ക് മറ്റ് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഔഷധങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് ദർഭവേര്, രണ്ടാമതായിട്ട് ചന്ദനം, മൂന്നാമതായിട്ട് രാമച്ചം. നമ്മൾ ദാഹശമിനി പോലെയൊക്കെ ഉപയോഗിക്കാറില്ല. ഇത് നല്ല കുളിർമ നൽകുന്നതാണ്. അപ്പൊ മുഖത്തിനൊക്കെ ചർമ്മത്തിനൊക്കെ നല്ല കുളിർമ കിട്ടുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചന്ദനവും രാമച്ചവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ശീതവീര്യമാണല്ലോ, അപ്പൊ രാമച്ചം ഉപയോഗിക്കാം. അടുത്ത സംഗതിയാണ് നെന്മേനി വാകത്തൊലി. ഇതും വാങ്ങിക്കാൻ കിട്ടും, അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ചതകുപ്പ. ഈ ഔഷധ ദ്രവ്യങ്ങളൊക്കെ ഈ വസന്ത ഋതുവില് മുഖലേപം ഇടാനായിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ലേപമാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ തന്നെ പച്ചരിയും കൂടെ ചേർക്കാവുന്നതാണ്. ഈ ഔഷധദ്രവ്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ചർമ്മത്തിനും അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇരട്ടി മധുരവും തേനും തൈരും കടലമാവും അലോവേരയും കുമാരി കറ്റാർവാഴയുടെ ജെല്ല് ഒക്കെ നമുക്ക് ചർമ്മ സംരക്ഷണത്തിനായിട്ട് ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്ന ഒരുപാട് ഔഷധദ്രവ്യങ്ങളിൽ ചിലതാണ്. ഓരോരോ ഋതുക്കളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നവ അതാത് ഋതുക്കളിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.